ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ ദിവസം കണ്ണൂർ ദന്തൽ കോളേജിൽ മരണപ്പെട്ടു പോയിട്ടുള്ള നിതിൻ രാജ് എന്ന് പറയുന്ന 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു കുടുംബത്തിന്റെ അത്താണി, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ. എന്തൊക്കെ പ്രതീക്ഷകളിലാണ് ആ ഒരു കോളേജിലേക്ക് ആ ഒരു ചെറുപ്പക്കാരൻ പഠിക്കാനായിട്ട് പോയത്. ഇപ്പോൾ വരുന്ന ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ ഞെട്ടലോടുകൂടി മാത്രമാണ് നമുക്കിത് കേൾക്കാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ സാക്ഷരതയിൽ മുന്നിലാണ്, പ്രബുദ്ധരാണ്, തേങ്ങാ കൊലയാണ്. ഇതുപോലെ ജാതി വെറി പൂണ്ട പരമനാറികൾ ഏത് സ്ഥലത്തുണ്ടോ അവിടെ എല്ലാം ഇത്തരം അനുഭവങ്ങളാണ് ഈ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള താഴേക്കടയിലുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എനിക്ക് ഇന്നലെ വെറുപ്പും അറപ്പും തോന്നിപ്പോയി. ഒരു വൃത്തികെട്ട ഉന്നത കൊലജാതൻ ഈ മരിച്ചുപോയിട്ടുള്ള നിതിൻ രാജിന്റെ വീട്ടിൽ പോയിട്ട് താടിക്ക് കയ്യും വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാട്ടായം കണ്ടപ്പോഴുണ്ടല്ലോ പുച്ഛം തോന്നിപ്പോയി. ഇവന്റെ ഇവിടെയൊക്കെ ഇപ്പൊ റാം എന്ന് പറയുന്ന ഒരു പരനാറിയും സംഗീത എന്ന് പറയുന്ന ഒരു വേട്ടാവിളിയെത്തിയും ഈ രണ്ടെണ്ണത്തിനെയും സാറൊന്നും വിളിക്കാൻ കൊള്ളില്ല. കാലന്മാരാണ് ഇവർ രണ്ടുപേരും കാലന്മാർ. ഇനി എന്ത് തെളിവിന് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്? തൂക്കിയെടുത്ത് അകത്താക്കാനുള്ള എത്രയോ തെളിവുകളാണ് ഇതിനടക്കം തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ റാം എന്ന് പറയുന്ന ഈ മൃഗതുല്യനായിട്ടുള്ള ഈ പരനാറിയുടെ റൂമിൽ നിന്നും ഈ നിതിൻ രാജ് ഇറങ്ങിപ്പോയി 15 മിനിറ്റിനുള്ളിലാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. ആ നിതിൻ രാജിന്റെ ഫോണിലേക്ക് 98 ഭീഷണി സന്ദേശങ്ങളാണ് വന്നിരിക്കുന്നത്. നിതിൻ രാജിന്റെ കൂടൊപ്പം പഠിക്കുന്ന സുഹൃത്തുക്കൾ, പെൺകുട്ടികൾ മാത്രമാണ് ഈ നിതിൻ രാജിനോട് സംസാരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ഒരാൺകുട്ടി പോലും ഈ നിതിനോട് സംസാരിക്കാറില്ല. കാരണം എന്താണ്? അവൻ്റെ ജാതി, അതാണ് പ്രശ്നം. അവൻ്റെ കളറ്, അതാണ് പ്രശ്നം. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുമൊക്കെ ആയിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് ബെഞ്ചിലിരുന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അന്നൊന്നും നമ്മുടെ മനസ്സിലൊന്നും ഈ ജാതീയതയോ അല്ലെങ്കിൽ ഈ വിഭാഗീയതയോ ഒന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേക വിഭാഗം നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം മാത്രമാണ് ഇത്രയധികം ജാതീയതയും ഇത്രയും അവഗണനയും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലെ അവരുടെ ഹൃദയത്തിലേക്ക് ഇത്തരം വിഷങ്ങൾ കുത്തി നിറക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് മതസ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. ഇതെല്ലാം അടിച്ചു പൊളിച്ച് ദൂരെ ഈ ജാതീയതയൊക്കെ അടിച്ചു പൊളിച്ച് കളയണം. ഒരു പോയ കാലഘട്ടം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ഉന്നത കൊലയും തൂക്കിക്കൊണ്ടിരിക്കുന്ന ഈ നാറികളെയൊക്കെ പട്ടിയെ തല്ലുന്ന പോലെ കേരളത്തിൽ തല്ലണം. അതാണ് ചെയ്യേണ്ടത്. 23 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ കൊലക്ക് കൊടുത്തിട്ട് ഇതുവരെ ഇവരെ തൂക്കി അകത്തിടാൻ നട്ടലുള്ള പിടുക്കിനുറപ്പുള്ള ഏതെങ്കിലും ഒരുത്തിനെ കണ്ടോ? ഒരു അമ്മ ഇതിനെക്കുറിച്ചിട്ട് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട്. ആ അമ്മ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ഇനി ഒരമ്മയ്ക്കും ഒരച്ഛനും ഇതുപോലത്തെ ഒരു ഗതി നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നിയമങ്ങൾ പൊളിച്ചെടുക്കണം. നമ്മുടെ നിയമങ്ങൾ പൊളിച്ചെഴുതപ്പെടണം. പണവും പവറുമുള്ള ഏത് നാറിക്കും എന്ത് തെമ്മാടിത്തരവും നമ്മുടെ നാട്ടിൽ കാണിച്ചിട്ട് നെഞ്ചു വിരിച്ച് നടക്കാന്നുള്ള ഒരു അഹങ്കാരം ഇവന്മാർക്കുണ്ട്. ഇന്ന് നമ്മൾ വടക്കേന്ത്യയിലോട്ടൊക്കെ കാണാറുണ്ട്. പീഡന കേസിൽ അകത്തു പോകുന്ന നാറികൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് പിടിക്കുന്നതും പൂമാലയിട്ട് സ്വീകരിക്കുന്നതും അടുത്ത ഇലക്ഷനിൽ നിർത്തിയിട്ട് സ്ഥാനാർത്ഥിയായിട്ട് വിജയിപ്പിച്ച് MP MLA മന്ത്രിയാക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇത് കേരളമാണ്. കേരളത്തിൽ ഓരോ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്തവരും ഈ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് ഇതിനെതിരെ ശക്തമായി പോരാടണം. എന്തായാലും നമുക്ക് ആ അമ്മ പറയുന്ന ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം. എന്റെ മോളും പഠിക്കുന്ന അവിടെ തന്നെയാണ്, ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ. അവളും ഫസ്റ്റ് ഇയർ തന്നെ. ഇവിടെ ക്ലാസ് പഠിച്ച കുട്ടി തന്നെയാണ് മരിച്ചത്. അപ്പൊ അവനെ മെന്റലി ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. ആണല്ലേ? ടോർച്ചറിങ് എന്ന് വെച്ച് കഴിഞ്ഞാ മാക്സിമം സഹിച്ചു. മോള് പറഞ്ഞിട്ടുണ്ടോ ഈ വിവരമൊക്കെ വീട്ടില്? പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ഇങ്ങനെ ചെയ്യാനുണ്ടായ വിഷയം? എന്താണ് ലാസ്റ്റ് ആയിട്ട് ചെയ്യാനുണ്ടായ വിഷയം എന്താന്ന് അറിയത്തില്ല. ഇവൻ അത്യാവശ്യം നല്ലോണം പഠിക്കുന്ന കുട്ടിയാ. അത്യാവശ്യം നല്ലോണം ക്ലാസ്സിൽ ആൺകുട്ടികളിൽ തന്നെ അത്യാവശ്യം നല്ലോണം പഠിക്കുന്ന കുട്ടിയാ. പിന്നെ സീനിയേഴ്സ് ആയിട്ട് എന്തോ റാഗിങ് ഒക്കെ ആയിരുന്നു ആദ്യം ബോയ്സ് ഹോസ്റ്റലില്. ഭയങ്കര റാഗിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ പ്രതികരിച്ചു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് സീനിയേഴ്സ് പറഞ്ഞു ഇവന്റെ ഫ്രണ്ട്സിനോട് ആരോടും ഇവനോട് മിണ്ടരുതെന്ന്. അങ്ങനെ ഇവര് എത്ര 20 ആൺകുട്ടികളെ കണ്ടേ ഉള്ളൂ. 80 പേരെങ്ങാണ്ടാന്ന് തോന്നുന്നു ക്ലാസ്സില്. അപ്പൊ 20 ആൺകുട്ടികളെ ഉള്ളതിൽ ഈ ഇത്രയും കുട്ടികൾ ഇവനോട് മിണ്ടൂല. ഇവൻ ക്ലാസ്സിൽ ഇരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവൻ ആ ബെഞ്ചിൽ ഇരിക്കാതിരിക്കാൻ ഇവന്മാര് തള്ളുവോ അതും ഇതൊക്കെ ചെയ്യാന്ന്. പെൺകുട്ടികളാ ഇവനോട് മിണ്ടുള്ളൂ. അല്ല, ഇത്രയും കുട്ടികൾ ഒറ്റക്കെട്ടായിട്ട് എതിർക്കാനുള്ള കാരണം ക്ലാസ്സിലെ സീനിയേഴ്സ് പറഞ്ഞു ഇവനുമായിട്ട് ബന്ധപ്പെട്ട് പോകരുത്. അവര് പേടിച്ചാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ ക്ലാസ് റൂമിൽ വരുമ്പോ മിണ്ടാവും. അതും ഇവര് മിണ്ടിയെന്ന് പറഞ്ഞു. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഇവൻ സിക്ക് റൂമിലാണ്. പിന്നെ സിക്ക് റൂം ഉണ്ടല്ലോ ഹോസ്പിറ്റലിന്റെ, മെഡിക്കൽ കോളേജിന്റെ ഹോസ്പിറ്റലിലെ സിക്ക് റൂമിലാണ് ഇവൻ താമസിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. ഹോസ്റ്റലിലല്ലാന്ന്. അത് ശരി. ഈ ഒരു അധ്യാപകനാണോ?
ഈ റാംസാർ മറ്റേ സംഗീത എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരത്തിന്റെ കാര്യം എന്റെ മോക്ക് അറിയില്ല, ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഓഫീസില് സ്റ്റാഫ് റൂമിൽ പോയിട്ട് അവനെ എന്തോ കർത്തവനോ എന്തൊക്കെയൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് കംപ്ലൈന്റ് ചെയ്തിട്ടും അവര് നടപടിയൊന്നും എടുത്തില്ലേ? ഇവര് കംപ്ലൈന്റ് ഒരു ദിവസം ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇവർക്ക് ഫസ്റ്റ് ഇന്റേണൽ കഴിഞ്ഞതിന് ശേഷം പേരന്റ്സ് മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി 25-നാണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഇവന്റെ അച്ഛനും അമ്മയും വന്നിട്ടില്ല. അച്ഛൻ പറയുന്നില്ല കരഞ്ഞ്. അപ്പൊ അവര് വന്നില്ലാത്തോണ്ട് ഇയാള് ഈ റാംസാർ എന്ന് പറഞ്ഞ വ്യക്തി പിറ്റേ ദിവസം കോളേജിൽ വന്നു. കോളേജിൽ വന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ഇവനോട് പറഞ്ഞെന്ന്, നിന്റെ അച്ഛൻ വന്നില്ല, നിന്റെ ഇന്റേണൽ മാർക്ക് CE മാർക്ക് കുറയ്ക്കുമെന്ന്. CE മാർക്ക് കുറയ്ക്കും, നിനക്ക് CE മാർക്ക് തരില്ല, നിന്റെ പേപ്പർ എടുത്തിട്ട് വരാൻ പറഞ്ഞു എന്ന്. ആൻസർ പേപ്പർ. എന്നിട്ട് ആൻസർ പേപ്പർ എടുത്തിട്ട് ഇയാൾ അത് ഫുൾ അവിടെ നിന്ന് വായിച്ചിട്ട് അധിക്ഷേപിക്കുക. അത് ശരി. ക്ലാസ് റൂമിൽ ഈ 80-85 പിള്ളേര് പഠിക്കുന്ന ക്ലാസ് റൂമിൽ നിന്നിട്ട് ഈ കൊച്ചിനെ നിന്നങ്ങ് അധിക്ഷേപിക്കുമെന്ന് പറഞ്ഞു. എല്ലാ തരത്തിലും അധിക്ഷേപിച്ചു അതിനെ, നിറത്തിന്റെ പേരിലും. അയാൾക്ക് ബോഡി ഷേമിങ്. ഇവരുടെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ട്, അവള് അത്യാവശ്യം നല്ല തടിയുള്ളതാ. നീ എന്താടി ട്രാൻസ്ജെൻഡർ ആണോ, നീ എന്താ തടിച്ചാണോ, ഇയാൾക്ക് ഇങ്ങനെ ഈ ബോഡി ഷേമിങ് ആണെന്ന് പറഞ്ഞു. പെൺകുട്ടികളൊന്നൊന്നുമില്ല ഇയാൾക്ക്. അപ്പൊ വേറെ ആരും ഇയാൾക്കെതിരെ കംപ്ലൈന്റ് ചെയ്തിട്ടില്ലേ ഈ ഒരു കുട്ടിയെ? പേടിയാണ്, എല്ലാവർക്കും പേടിയാ ഇയാളെ. CE മാർക്ക് കുറയ്ക്കും, പിന്നെ നിങ്ങൾ പോയി ചത്താലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ചാവുന്നവര് ചത്തോ ഒരു കുഴപ്പമില്ല, ഇതൊക്കെയാ ഇയാള് പറയുന്നേന്ന്. ഇയാൾക്ക് ഒരു വിഷയം, ഇയാള് നമ്മള് ചന്തയിലുള്ള ആൾക്കാർ അവരെയും പറയരുത്, അത്രയും തരംതാണ വർത്താനാന്ന് പറഞ്ഞു ഇയാളുടെ വായിന്ന് വരുന്നേ. നിലവാരം ഇല്ലാത്തവനാണല്ലേ. അപ്പൊ ഈ മരണശേഷമെങ്കിലും കൂടെ പഠിച്ച കുട്ടികളൊക്കെ പ്രതികരിച്ചോ? ആരും ഒന്നും പ്രതികരിച്ചിട്ടില്ല. ആൺകുട്ടികളൊക്കെ ഇന്നലെ തന്നെ ഹോസ്റ്റൽ ഒഴിഞ്ഞ് സ്ഥലം വിട്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും പറയേണ്ടി വരുമോ എന്ന് പേടിച്ചായിരിക്കും. എല്ലാരും പോയിന്ന്. ഇന്നിപ്പോ ഇവര് കുറച്ച് പെൺകുട്ടികളുണ്ട്, ഇവരോട് ഇപ്പൊ നാളെ ഹോസ്റ്റലിൽ വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹോസ്റ്റലിൽ നിന്ന് പൊക്കോ, ഇനി വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം ക്ലാസ് ഉള്ളൂ, അപ്പൊ വന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ മോളൊന്നും പോന്നിട്ടില്ല, അവര് നാളെ രാവിലെ പോരുള്ളൂ. അപ്പൊ ഇന്നിപ്പം ബോഡി ജസ്റ്റ് ഒന്ന് ഇവരെ കാണിച്ചു ആ കുട്ടീന്റെ. അന്നേരം അവന്റെ അളിയനാന്ന് തോന്നുന്നു എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവരോട് പറഞ്ഞെന്ന്, മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറ മക്കളെ, ഞങ്ങളുടെ ഈ കുറച്ച് തെളിവൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഒന്ന് പറയാനൊക്കെ പറഞ്ഞെന്ന്. നിതിൻ ഒരു ആൺകുട്ടിയായിരുന്നു, അവൻ ഇതിനെതിരെയൊക്കെ ശക്തമായി പ്രതികരിക്കുമായിരുന്നു. ആ പ്രതികരണ ശേഷി ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ പയ്യനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഈ റാം എന്ന് പറയുന്ന ഈ മനുഷ്യന് പിറക്കാത്ത ഈ ക്ഷുദ്രജീവിയും ഈ സംഗീത എന്ന് പറയുന്ന ഈ ടീച്ചറും കൂടെ പീഡിപ്പിച്ച് അവൻ്റെ ജാതിയും കളറും പറഞ്ഞ് അവനെ അവഹേളിച്ചത്. ഇനി കേരളത്തിൽ ഒരു കുട്ടിക്കും ഇങ്ങനൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ അധിക്ഷേപിച്ചാൽ സ്പോട്ടിൽ അവൻ്റെയൊക്കെ ചെവിക്കല്ലടിച്ച് തിരിച്ചേക്കണം. നിങ്ങളെ ജാതി പേര് പറഞ്ഞ് നിങ്ങളെ കളറ് പേര് പറഞ്ഞ് അധിക്ഷേപിച്ചാൽ അവൻ്റെയൊക്കെ ചെവിക്കല്ലടിച്ച് തിരിക്കണം. അവനൊന്നും സാറല്ല, അവനൊന്നും സാറായിട്ടൊന്നും നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. കാലനും കാലത്തിയുമാണ് ഇവർ രണ്ടുപേരും. പരമാവധി ശിക്ഷ കേരളത്തിലെ പൊതുസമൂഹം നിങ്ങൾ ചേർന്നുകൊണ്ട് ആ കുടുംബത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കണം. ആ കുടുംബത്തിന് നീതി ലഭിക്കണം. ഇവനെല്ലാം അഴിയണം ഇവനകത്ത് കിടന്ന്. സത്യത്തിൽ ഈ പണവും പവറും ഉള്ള ഈ ചെറ്റകളൊക്കെ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരും. പുറത്തിറങ്ങി വരുന്ന സമയത്ത് ഇതേപോലെ പബ്ലിക്കിൽ നിർത്തിയിട്ട് ഇവനൊക്കെ നാറ്റിച്ച് കളയണം. ഇവനൊന്നും ഭൂമി ജീവിച്ചിരിക്കാൻ പോലും ഒരു നിമിഷം പോലും അർഹതപ്പെട്ടവരല്ല. അത്രയും കൊടിയ വിഷജന്തുക്കളാണ് ഈ വൃത്തികെട്ട മൃഗതുല്യരായിട്ടുള്ള ഈ നാറികൾ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ കുടുംബത്തോടൊപ്പം എല്ലാവരും നിൽക്കുക, കുടുംബത്തോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാകുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.